നമസ്കാരം. തങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഇന്ന് 100-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരത്തിന് പുറമെ കേരളമാകെ സഞ്ചരിച്ചുള്ള രാപ്പകൽ സമരയാത്ര 16-ാം ദിവസത്തിലേക്കും കടന്നു. സർക്കാരിൻ്റെ പിടിവാശിക്കെതിരെ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന പോരാട്ടം കേരളത്തിലെ സമര ചരിത്രത്തിൻ്റെ കൂടി ഭാഗം ആകുകയാണ്. സർക്കാർ ആഘോഷത്തോടെ 5-ാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ആശമാരുടെ അസാധാരണമായ സമരം 100 ദിവസങ്ങൾ പിന്നിടുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം, അനിശ്ചിതകാല നിരാഹാര സമരം, മുടിമുറിക്കൽ സമരം, നിയമസഭാ മാർച്ച്, സാംസ്കാരിക നേതാക്കളുടെ സംഗമം, പ്രതിഷേധ പൊങ്കാല, സെക്രട്ടേറിയറ്റ് ഉപരോധം, ഒടുവിൽ കേരളമാകെ നീണ്ടുനിൽക്കുന്ന രാപ്പകൽ സമരയാത്ര എന്നിങ്ങനെ വ്യത്യസ്ത രീതികളിലൂടെയാണ് ആശമാരുടെ സമരം നടക്കുന്നത്. സമരത്തിനെതിരെ നിരവധി പ്രതിസന്ധികൾ വന്നപ്പോഴും ഒന്നിലും പതറാതെയാണ് ആശാസമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ആവശ്യങ്ങൾ പഠിക്കാൻ സമിതിയെ വെച്ചുവെങ്കിലും 100 രൂപയെങ്കിലും കൂട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു സമരക്കാർ. ദിനംപ്രതി 300 രൂപ തികച്ചു കിട്ടാനില്ലാത്ത സ്ത്രീ തൊഴിലാളികളെ 100 ദിവസമായി സമരമുഖത്ത് ഒന്നിച്ചു നിർത്തുന്ന നേതൃസാന്നിധ്യം എം.എ. ബിന്ദു, എസ്. മിനി എന്നിവരുടേതാണ്. സർക്കാരിൻ്റെ അവഗണനകൾക്കിടയിലും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയേറ്റി പോരാട്ടം കനപ്പിച്ചാണ് ആശമാരുടെ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.